Good morning. Okay. നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ലേഔട്ടിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസ് ഫാക്ടറി എങ്ങനെയാണ് ലേഔട്ട് ഡിസൈൻ ചെയ്യുക, ഒരു ഫാക്ടറിക്കകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളുടെ ഡിസൈനും, അത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡിസൈൻ റെക്കമെൻഡേഷൻസ്, ദെൻ ഒരു ഗുഡ് ഫാക്ടറി ലേഔട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആ ഫാക്ടേഴ്സ് ഹാസ് ടു ബി കൺസിഡർഡ് ഫോർ ഗുഡ് ഫാക്ടറി ഡിസൈൻ. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിസൈൻ, പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ, ക്വാണ്ടിറ്റി ആൻഡ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദെൻ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്, മെറ്റീരിയൽസ്, മൂവ്മെൻറ്റ്, ദെൻ എംപ്ലോയി ഫെസിലിറ്റീസ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് വെർസറ്റൈലിറ്റി. ഇത്രയും ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിങ്ങളുടെ സിലബസ് പ്രകാരം അടുത്തതായിട്ട് പറയുന്നത് ഒരു ഫാക്ടറിക്കകത്ത് തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഗുഡ് ഓഫീസ് ലേഔട്ട് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ ലേഔട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിസൈൻ ലേഔട്ട് ഫോർ ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. നമുക്ക് ഏത് ഫേമിനകത്തും, അതിപ്പം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, ഇൻ മാനുഫാക്ചറിങ് യൂണിറ്റ്സുള്ള കമ്പനികളാവട്ടെ, അല്ല മറ്റ് രീതിയിലുള്ള ഫേംസ് ആവട്ടെ, ഏത് ഫാക്ടറിയിലാണെങ്കിലും അവിടെ ഓഫീസ് എന്ന് പറയുന്നത് നെസസറി ഡിപ്പാർട്ട്മെൻ്റ് ആണ് അല്ലേ, മാൻഡേറ്ററി ആണ്. അപ്പോൾ ഒരു ഗുഡ് ഓഫീസ് ലേഔട്ട് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക? നമ്മൾ ബിടെക് ഒക്കെ കഴിഞ്ഞ് ഒരു ജോലി നമ്മളൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ടൊരു കമ്പനിയൊക്കെ തുടങ്ങാൻ വേണ്ടിയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ കമ്പനിയുടെ ലേഔട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെന്റ്. അതിലുള്ള ഓഫീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക, ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് വേണ്ടത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. ഇപ്പോൾ ഒരു സാമ്പിൾ ലേഔട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു ഓഫീസ് ലേഔട്ടാണ്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്ന ഒരു സാമ്പിൾ ഓഫീസ് ലേഔട്ടാണിത്. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓഫീസ് ലേഔട്ടിൽ എൻട്രൻസ് ഏരിയ ഉണ്ട്, അതായത് ഓഫീസിന്റെ എൻട്രൻസ് ഏരിയ. അപ്പോൾ നമുക്കിപ്പം ഏതൊരു ഓഫീസിലാണെങ്കിലും ഫസ്റ്റ് നമ്മൾ കയറി പോകുന്ന ഭാഗത്ത് റിസപ്ഷൻ ഏരിയ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ എൻക്വയറി ഏരിയ ഉണ്ടാവും. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എൻട്രൻസ് ഏരിയ ജസ്റ്റ് കയറുമ്പോൾ തന്നെ വലതു ഭാഗത്ത് റിസപ്ഷൻ കൗണ്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ റിസപ്ഷൻ ഏരിയ, നമ്മൾ ഒരു ഔട്ട്സൈഡർ, ഈ കമ്പനിയെ പറ്റി, ഈ കമ്പനിയിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയോ റൂമുകളെ പറ്റിയോ ഒന്നും അറിയാത്ത ഒരാൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം അന്വേഷിക്കുന്നത് റിസപ്ഷൻ ഏരിയയിലാണ്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, ഹോസ്പിറ്റൽ അതേപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, നമ്മുടെ കോളേജിലാണെങ്കിലും കയറി വരുമ്പോൾ തന്നെ അവിടെ റിസപ്ഷൻ ഏരിയ ഉണ്ട്. സോ റിസപ്ഷൻ എന്നുള്ളത് എപ്പോഴും എൻട്രൻസ് ഏരിയയുടെ അടുത്തായിരിക്കും ഉണ്ടാവുക. ദെൻ പിന്നെ മാനേജീരിയൽ ഫംഗ്ഷൻ ചെയ്യുന്ന കുറേ ആൾക്കാർ, ചെയർമാൻ, പ്രസിഡന്റ്, അതേപോലെ സെക്രട്ടറി, മാനേജീരിയൽ റോളിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഇൻഡിവിജ്വൽ റൂംസ് ആയിരിക്കും. ഇവരെല്ലാവരും കൂടി ഒരു ഈ റിസപ്ഷൻ സൈഡിലായിട്ട് ചെയർമാൻ്റെ റൂം കാണാം, ചെയർമാൻ്റെ റൂമുണ്ട്, പ്രസിഡന്റ് എന്ന് പറയുന്ന ആളുടെ റൂമുണ്ട്. അതേപോലെ തന്നെ ഒരു ഓഫീസിനകത്ത് മറ്റ് കോൺഫറൻസ് റൂം, VIP വെയിറ്റിംഗ് റൂം, ഇതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ചെയ്യുന്ന കുറേ പേഴ്സൺസ് ഉണ്ടാവും, അതായത് അക്കൗണ്ടന്റ് ഉണ്ടാവും, അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഹെഡുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഓരോരോ ക്യാബിൻ വേണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ നോക്കാം, എൻട്രൻസ് ഏരിയ, റിസപ്ഷൻ, ദെൻ ചെയർമാൻ്റെ റൂമുണ്ട്, പ്രസിഡന്റിന്റെ റൂമുണ്ട്, ദെൻ 2 കോൺഫറൻസ് റൂമുകളുണ്ട്, ഒരു ലാർജ് കോൺഫറൻസ് റൂമും ഒരു ചെറിയ കോൺഫറൻസ് റൂമുണ്ട്. പിന്നെ VIP വെയിറ്റിംഗ് റൂമുണ്ട്, വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ദെൻ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് ഇവിടെ ഇപ്പോൾ നോക്കാം, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ കുറേ സ്റ്റാഫ് ഉണ്ടാവും അല്ലെ, ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന കുറേ സ്റ്റാഫ് ഉണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു വലിയ ലെങ്തി ഏരിയ നിങ്ങൾ ഇവിടെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കാണാം. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ അക്കൗണ്ടൻസിനും അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിനും അവിടുത്തെ ക്ലറിക്കൽ വർക്ക്സ് ഒക്കെ ചെയ്യാൻ ആവശ്യമായ ഒരു സ്പേസ്. അപ്പോൾ അതൊരു വലിയ റൂമിനകത്ത് തന്നെയാണ് 2-3 ടേബിളൊക്കെ ഇട്ടിട്ട്, 4 ടേബിളുകൾ ഇട്ടിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവർക്കൊരു ഹെഡ് ഉണ്ടാവും അല്ലെ. അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ ഈ ചീഫ് അക്കൗണ്ടന്റ് എപ്പോഴും സെപ്പറേറ്റ് റൂമിലാണ് ഉണ്ടാവുക. അപ്പൊ ഈ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലെ
വർക്കുകളൊക്കെ കഴിഞ്ഞ് ആ പേപ്പറും ഫയലുകൾക്കൊക്കെ സാങ്ഷൻ കൊടുക്കേണ്ടത് ചീഫ് അക്കൗണ്ടന്റ് ആണ്. ഇപ്പൊ ചീഫ് അക്കൗണ്ടന്റ് ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് തന്നെയുള്ളത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കാം, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയർ ബൈ ഏരിയയിലാണ് ചീഫ് അക്കൗണ്ടന്റിന്റെ റൂം ഉള്ളത്. അതേപോലെ അതിന്റെ താഴെയായിട്ട് ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫിനൊക്കെ കൂടി ഒരു വലിയ ഹാളായിരിക്കും. അവരുടെ ചീഫ് ഹെഡ് എന്ന് പറയുന്നത് ചീഫ് ഓഡിറ്ററാണ്. ഇപ്പൊ ചീഫ് ഓഡിറ്ററിന് ഒരു സെപ്പറേറ്റ് റൂം, അത് ഈ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചേർന്നിട്ട് തന്നെയുള്ളത്. അതേപോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ക്ലർക്സിനും ഇരിക്കാനുള്ള സ്പേസ്, അവരുടെ വർക്കിംഗ് സ്പേസ്, വലിയ സ്പേസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവർക്കൊരു ഹെഡ് ഉണ്ട്, പർച്ചേസ് മാനേജർ. അതേപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അടുത്തായിട്ട് പോകുക. നമ്മളിപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കമ്പനിക്കകത്തേക്ക് എന്തൊക്കെ റോ മെറ്റീരിയൽസ് വാങ്ങണം എന്നുള്ളതിനെ പറ്റിയുള്ള ഡീലിങ്സ്, ഡിമാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അത് പർച്ചേസ് മാനേജർക്ക് കൊടുത്ത് പർച്ചേസ് മാനേജർ അത് ആക്സെപ്റ്റ് ചെയ്ത് അതിനുശേഷം അതിന്റെ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കും അല്ലെ. ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ സാങ്ഷൻ ആക്കി കൊടുക്കും അല്ലെ. അതേപോലെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റും ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഓഫീസ് ലേഔട്ടിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഹെഡും അടുത്തടുത്തായിരിക്കണം. അതായത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെയും അവരുടെ ചീഫ് അക്കൗണ്ടന്റ് ഈ മെഡിക്കൽ റൂമിന്റെ സ്ഥലത്തും ആണെങ്കിൽ ഇവിടുത്തെ ഫയലൊക്കെ ഈ ഒരു കോർണറിലേക്ക് എത്താൻ വലിയൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഹാൻഡ്ലിങ് നടക്കേണ്ടതുണ്ട്. അപ്പൊ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നിയർ ബൈ ആയിട്ട് വരുന്നത്. ദെൻ പിന്നുള്ളത് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്. സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ദെൻ എംപ്ലോയീസ് എമ്യൂണിറ്റീസിൽ വരുന്നതാണ് ഇവർക്ക് വേണ്ടുന്ന റെസ്റ്റ് റൂം. അതായത് ഇത്രയും ഡിപ്പാർട്ട്മെന്റിലുള്ള ഈ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, ബില്ലിംഗ് അല്ലെങ്കിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇവർക്കൊക്കെ വേണ്ടുന്ന ജനറൽ ഫെസിലിറ്റീസ് ആണ് മെഡിക്കൽ റൂം, റെസ്റ്റ് റൂം, അങ്ങനെയുള്ള എംപ്ലോയി എമ്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഒരു ജനറൽ ഓഫീസ് ലേഔട്ട്. അപ്പോൾ ഓഫീസ് ലേഔട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ എൻട്രൻസ് ഏരിയയിലാണ് ഉണ്ടാവുക. എൻട്രൻസ് ഏരിയയിൽ തന്നെ കയറി വരുമ്പോൾ ഫസ്റ്റ് ഓഫീസ് ലേഔട്ടിനകത്ത് ഉണ്ടാവേണ്ടുന്നത് റിസപ്ഷൻ ആണ്. പിന്നെ നമ്മുടെ ആ ഒരു കമ്പനിയുടെ ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഓരോ റൂമും നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ് എന്ന് പറയുന്ന ആള് ആ ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് തന്നെയാണ് ഉണ്ടാവുക. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇത് ഏതോ ഒരു കമ്പനിയുടെ ഒരു ലേഔട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. എപ്പോഴും ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. ബട്ട് കുറച്ച് കൺസിഡറേഷൻസ് ഉണ്ട്. ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Then the general office normally consists of executives, personnel, advertising and public relation departments. In most companies, offices are all combined into one area for easy communication among each person within the production. There are large number of outside visitors are frequently coming to the administrative offices. നമ്മളിവിടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജനറലി ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ അടങ്ങുന്ന ഒരു വലിയ ഏരിയ ആണ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓഫീസ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ട ഫിഗറിനകത്ത് തന്നെ നമുക്കറിയാം അവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അക്കൗണ്ട്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്, ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ കൂടിയിട്ട് എല്ലാം കൂടി വരുന്ന ഒരു വലിയാണ് നമ്മൾ ഓഫീസ് ലേഔട്ട് എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ കമ്പനികളിലും ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൂടി അടുത്തടുത്ത് തന്നെയാണ് പ്ലേസ് ചെയ്യുക. കാരണം ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണ്. നമ്മളിപ്പോ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റുള്ള ആളാണ് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്. എന്നുവെച്ചാൽ ഇവർക്ക് പർച്ചേസിങ്ങിന് വേണ്ടുന്ന എമൗണ്ട് സാങ്ഷൻ ആയി കൊടുക്കേണ്ടത് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റാണ്. അതേപോലെ തന്നെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്. കാരണം ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലും കാര്യങ്ങളൊക്കെ ഈ അക്കൗണ്ട് സെക്ഷനിൽ നിന്നാണ് വെരിഫൈ ചെയ്ത് അവരാണ് അക്കൗണ്ടന്റിന് അയച്ച് അത് ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കും ചീഫ് ഓഡിറ്റർക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് സാങ്ഷനായി വരണമെങ്കിൽ ഇവരൊക്കെ അടുത്തടുത്തായിട്ട് ഉണ്ടാവണം. ഒരു എക്സാമ്പിൾ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലും ഈ പറയുന്ന അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ടോപ്പ് ഫ്ലോറിലും ആണെങ്കിൽ അവിടെ ഒരു മെറ്റീരിയൽ ഫ്ലോവിന് ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അവിടെ ഫയലൊക്കെ ഫ്ലോ ചെയ്യാന്നുള്ളതിന് വലിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറിലാണ്, മറ്റൊന്ന് ടോപ്പ് ഫ്ലോറിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മാനേജീരിയൽ കീ ഫംഗ്ഷൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ ജനറലി ഒരൊറ്റ ലേഔട്ടിനകത്താണ് ഉണ്ടാവുക. ദെൻ ഓഫീസ് ഫോർ സർവീസ്, പ്രൊഡക്ഷൻ ആൻഡ് പേഴ്സണൽ മേ ബി ലൊക്കേറ്റഡ് വിത്തിൻ ദ പ്രൊഡക്ഷൻ ഏരിയ. ഇപ്പം പ്രൊഡക്ഷൻ ഏരിയ ആയിട്ട് ബന്ധപ്പെടുന്നത്, ഇപ്പം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാനുഫാക്ചറിങ്. നമ്മൾ ഫാക്ടറി ലേഔട്ടിന്റെ ഫിഗർ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഫാക്ടറി ലേഔട്ടിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു ലേഔട്ട് ഉണ്ട്. ഈ ലേഔട്ട് ഈ ഒരു ഏരിയനെ പറ്റിയാണ് നമ്മളിപ്പം ഡീപ്പായിട്ട് പോകുന്നത്. അതായത് ഇതിനെ നമ്മൾ സൂം ചെയ്യാം. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്ന് പറയുന്ന
ഈ സെക്ഷനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ പ്രൊഡക്ഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ചില ഫംഗ്ഷൻ ചെയ്യുന്ന പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന ചില മാനേജീരിയൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ സർവീസ് ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ജനറലി പ്രൊഡക്ഷൻ ഏരിയയിലാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് സെക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ മാനേജീരിയൽ ഫംഗ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലറിക്കൽ ഫംഗ്ഷൻസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഒരു ഫിഗർ ആണ് നിങ്ങൾ ഇപ്പം കണ്ടിട്ടുള്ളത്. ദെൻ admin office should be separated because there are large number of outside visitors are frequently coming to the administrative office. നമുക്കറിയാം ഏതൊരു കമ്പനിക്കകത്താണേലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണേലും ഹോസ്പിറ്റലിലാണേലും ഏറ്റവും കൂടുതൽ ഔട്ട്സൈഡേഴ്സ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അവർ വന്നു കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ഒരു ഔട്ട്സൈഡർ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നേരെ അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റിലേക്കല്ലല്ലോ പോവുക. അവരാദ്യം അവിടുത്തെ ഓഫീസിൽ പോകും, വന്നതിന്റെ കാര്യം പറയും. ചിലപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ വിസിറ്റിനൊക്കെ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. കഴിഞ്ഞ സെമസ്റ്ററുകളിലൊക്കെ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോയപ്പോൾ അവിടെയുള്ള കമ്പനിക്കകത്ത് ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോയിട്ട് നിങ്ങൾ നേരെ അവിടുത്തെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്ലാന്റിനകത്തേക്കോ കയറി പോവുകയല്ലല്ലോ ചെയ്തത്. നിങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടാ? നിങ്ങൾ കോളേജിൽ നിന്ന് കിട്ടുന്ന ലെറ്റർ എടുത്തിട്ട് അവിടെയുള്ള ഓഫീസിൽ പോയി ഓഫീസിൽ റിസപ്ഷനിൽ കാര്യം അവതരിപ്പിച്ചു. അപ്പൊ അവർ ആ ലെറ്റർ കൊടുക്കേണ്ട സ്ഥലം കാണിച്ചു തരും. അപ്പൊ അങ്ങനെ അവർ ആ ലെറ്റർ വാങ്ങി അത് അവരുടെ ഹയർ അതോറിറ്റിക്ക് അവർ ആ ഒരു മെറ്റീരിയൽ ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ ഫ്ലോ ചെയ്ത് അങ്ങനെ സാങ്ഷൻ ചെയ്ത് ലാസ്റ്റ് നിങ്ങളുടെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് പോകുന്നുള്ളൂ. അതേപോലെ ഔട്ട്സൈഡ് വിസിറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഒരു കമ്പനിക്കകത്ത് വരുമ്പോൾ അവർ ബന്ധപ്പെടുന്നത് ഈ പറയുന്ന ഓഫീസ് ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ ഓഫീസ് ഏരിയ എന്ന് പറയുന്നത് എൻട്രൻസ് ഏരിയക്ക് അടുത്തായിരിക്കണം. ഔട്ട്സൈഡേഴ്സിന് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നിങ്ങൾ ഓഫീസും ഈ പറയുന്ന എൻക്വയറിയും റിസപ്ഷൻ ഏരിയയൊക്കെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലും നിങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലും വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ട്സൈഡർ വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കമ്പനിയെ ആക്സസ് ചെയ്യാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അഡ്മിൻ ഓഫീസ് എപ്പോഴും എൻട്രൻസ് ഏരിയക്ക് നിയർബി ആയിരിക്കണം. കാരണം അവിടെ ലാർജ് നമ്പർ ഓഫ് ഔട്ട്സൈഡേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മളിപ്പോൾ കോളേജിന്റെ കേസിന് എടുക്കുകയാണെങ്കിൽ കോളേജിനകത്ത് എൻട്രൻസ് ഏരിയയിൽ റിസപ്ഷൻ ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഈ ഓഫീസ് ഏരിയ ഉണ്ട്. ഓഫീസിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ കുറെ അക്കൗണ്ടൻസും അതായത് അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന കുറെ സ്റ്റാഫ് ഉണ്ട് അല്ലെ. 3-4 സ്റ്റാഫ് ഉണ്ട്. അവർക്ക് ഇരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ്, ഒരു സ്ട്രെയിറ്റ് ടേബിളിൽ 1 by 1 ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടോ അവരുടെ ഹെഡ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, എഒ സാർ ഇരിക്കുന്നത് സെപ്പറേറ്റ് ക്യാബിനിലാണ്, ഇവരുടെ കൂടെ അല്ല ഇരിക്കുന്നത്. ആ ഹെഡ് എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ഇതിൽ കണ്ട പോലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളെ ഓഫീസിലുള്ള ഓരോ ആൾ ഇരിക്കുന്നു, അവരുടെ ചീഫ് ആയിട്ടുള്ള ആള് സെപ്പറേറ്റ് ക്യാബിനിൽ ഇരിക്കുന്നു. അപ്പം നമ്മൾ ഈ കോളേജിൽ ഫോളോ ചെയ്യുന്നതും ഒരു ഓഫീസ് ലേഔട്ട് തന്നെയാണ്. ദെൻ നമ്മുടെ ഇവിടെ കോളേജിൽ ഉണ്ട്, പ്രിൻസിപ്പളിന്റെ റൂം ഉണ്ട്, അതൊക്കെ സെപ്പറേറ്റ് റൂമാണ്. പക്ഷെ ഓഫീസിനോട് ചേർന്ന് പല കോളേജിലും ഓഫീസിന്റെ ലേഔട്ടിനോട് ഏറ്റവും പ്രിൻസിപ്പളിന്റെ റൂം ഉണ്ടാകുന്നത് പല കോളേജുകളിലും അങ്ങനെയാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ അനുസരിച്ച് മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അവിടുത്തെ ഓപ്പറേഷൻസിന്റെ ഒരു സ്വഭാവത്തിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഒരു ഓഫീസ് ലേഔട്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ ഫോർ ഓഫീസ് ലേഔട്ട്സ് ആർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ, കൺസിഡറേഷൻ ഓഫ് ഓഫീസ് ലേഔട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫാക്ടറി ലേഔട്ടിന്റെ കൺസിഡറേഷൻസും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എ ഗുഡ് ഫാക്ടറി ലേഔട്ട് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഒരു ഓഫീസ് ലേഔട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന 4 ഫാക്ടേഴ്സുകൾ. ഒന്ന്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. നമുക്കറിയാം നമ്മുടെ ഓഫീസിനകത്ത് പല ഡിപ്പാർട്ട്മെന്റ്സ് വരും എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ്, ഓഡിറ്റിംഗ്, അതേപോലെ പർച്ചേസിങ്, ബില്ലിംഗ്, അതേപോലെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പ്, ആ ബന്ധം, അപ്പൊ ഇവരെപ്പോഴും എന്തായിരിക്കണം? ഏറ്റവും അടുത്തടുത്തായിരിക്കണം. അതേപോലെ ഒരു ബന്ധമില്ലാത്ത 2 ഡിപ്പാർട്ട്മെന്റുകൾ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോൾ കോളേജിനകത്താണെങ്കിൽ പ്രിൻസിപ്പളും അതേപോലെ അക്കൗണ്ടിങ് സെക്ഷനും തമ്മിൽ വലിയ ബന്ധങ്ങളില്ല അല്ലെ. പ്രിൻസിപ്പൾ അക്കൗണ്ട്സും കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ട ആളല്ല, അക്കാഡമിക് ഹെഡാണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൾ എന്ത് ചെയ്യേണ്ട, ഈ അക്കൗണ്ട്സ് എഒ സാർ ഇരിക്കുന്ന ക്യാബിന്റെ അടുത്തായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് പ്രിൻസിപ്പളിന്റെ റൂം സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആരൊക്കെ തമ്മിലാണോ റിലേഷൻ ഉള്ളത് ആ റിലേഷൻ അനുസരിച്ചായിരിക്കണം നമ്മൾ ഓഫീസ് ലേഔട്ടിനകത്ത് ഡിപ്പാർട്ട്മെന്റുകളെ പ്ലേസ് ചെയ്യേണ്ടത്. മറ്റൊന്ന് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. അത് ഈ പറഞ്ഞതിന്റെ വേറൊരു തലത്തിൽ തന്നെയാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നതിന്റെ ഒരു വേറൊരു രീതിയാണ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ.
അത് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ക്ലർക്ക് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും അവരുടെ ഡിമാൻഡ് എടുക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, റോ മെറ്റീരിയൽസ്, മെഷീൻസ്, ടൂൾസ്. ആ ഡിമാൻഡ് എടുത്തതിന് ശേഷം അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു പർച്ചേസ് ബില്ല് അല്ല പർച്ചേസ് ലിസ്റ്റ് ഉണ്ടാക്കും. ആ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾ സെക്കൻഡ് ക്ലർക്കിന് കൊടുക്കും, റിസോഴ്സുമായിട്ട് മാച്ച് ചെയ്യും. എന്നിട്ട് എന്തൊക്കെയാണ് വാങ്ങേണ്ടത് അയാൾ ഒന്നുകൂടി സോർട്ട് ചെയ്യും. അങ്ങനെ 3-4 ആൾക്കാർ സോർട്ട് ചെയ്ത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഉണ്ടാവും, അയാൾക്ക് കൊടുക്കും. അയാളും അയാളുടെ വക ഒരു ക്രോസ് ഓഫ് ഇൻഫർമേഷൻ. ഇനി അടുത്ത് പോകേണ്ടത് എങ്ങോട്ടാ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ പറഞ്ഞു, ഇനി ഇതിനുള്ള പൈസ വേണം അല്ലെ, അക്കൗണ്ട്സിലേക്ക് പോകണം. അക്കൗണ്ട്സിലേക്ക് പോകുമ്പോൾ ആ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ക്ലർക്ക് ടു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് എത്തി, അവിടുന്ന് ഇനി അടുത്ത ഫ്ലോ ടു അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവിടുത്തെ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തി. അവിടുന്ന് ഇതേപോലെ ക്ലർക്സ് ഒക്കെ അത് വെരിഫൈ ചെയ്തതിനു ശേഷം ചീഫ് അക്കൗണ്ടന്റ് അതിനെ ഓക്കെ പറഞ്ഞു. ദെൻ അതിന് ബില്ല് കിട്ടണം, അതിന് പൈസ കിട്ടണം. അപ്പൊ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. പർച്ചേസിംഗിന് ശേഷം ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ബില്ല് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, കാശും കാര്യങ്ങളൊക്കെ ചെക്കായിട്ടോ ക്യാഷ് ആയിട്ടൊക്കെ റിസീവ് ചെയ്യും. അപ്പൊ അവിടെ ഒരു ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റേ ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയിയിൽ നിന്നും അടുത്ത എംപ്ലോയിലേക്കുള്ള ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ആ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് ആദ്യമേ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എങ്ങനെയാണ്, ഫസ്റ്റ് സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് എൻഡ് എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഓഫീസ് ലേഔട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവരെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നതും ഈ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ തന്നെയാണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്? ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ റെഗുലർ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പണിയും എടുക്കുന്നില്ല എങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് കാര്യമായിട്ട് വർക്ക് വരില്ല. അപ്പൊ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ റെഗുലർ ആണ്. നേരെ മറിച്ച് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ അവിടുത്തെ മാനേജറും തമ്മിൽ എപ്പോഴും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആവേണ്ട ആവശ്യമില്ല, ഡെയിലി കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ല. മാനേജർക്ക് എപ്പോഴാണോ അവിടെ ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് തോന്നുന്നത് ആ സമയത്ത് മാത്രമേ അയാൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടുള്ളൂ, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതുള്ളൂ. അപ്പൊ ആ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലാണ് റെഗുലർ കമ്മ്യൂണിക്കേഷൻ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത്, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു നല്ല ഓഫീസ് ലേഔട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കോൺഫറൻസ് റൂം. കോൺഫറൻസ് റൂം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് റൂം തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ കോളേജിനകത്ത് ബോർഡ് റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട്, അതൊരു കോൺഫറൻസ് റൂം. നമ്മളെ കോളേജിലേക്ക് വരുന്ന ഔട്ട്സൈഡ് എഞ്ചിനീയറിംഗ് കോളേജസ്, അതേപോലെ ഗവൺമെന്റ് തലത്തിലുള്ള എംപ്ലോയീസ്, അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന ഇൻസ്പെക്ഷനൊക്കെ വരുന്ന ആൾക്കാർ, ഇവരൊക്കെ വന്ന് സംസാരിക്കുന്നത് കോൺഫറൻസ് റൂമിൽ വെച്ചാണ്. അപ്പോൾ നമുക്കിപ്പം എന്തെങ്കിലും സെമിനാർ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും ക്ലാസ്സുകളും അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് സെഷൻസ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് കോൺഫറൻസ് റൂമിലാണ് നമ്മൾ സാധാരണ അറേഞ്ച്മെന്റ് നടത്തുക. അപ്പം ഓഫീസ് ലേഔട്ടിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കോൺഫറൻസ് റൂം. അപ്പൊ നമ്മുടെ കമ്പനിയുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും കോൺഫറൻസ് റൂമിന്റെ എണ്ണം, അതുപോലെ അതിന്റെ സൈസ്, അത് എവിടെ വേണം എന്നുള്ളതൊക്കെ നമ്മുടെ കമ്പനിയുടെ റിക്വയർമെന്റിനനുസരിച്ചാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. സോ അടുത്ത കൺസിഡറേഷൻ വരുന്നതാണ് കോൺഫറൻസ് റൂം. അപ്പം 4 നമ്മൾ പറഞ്ഞു. ഒന്ന്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺഫറൻസ് റൂംസ്. ദെൻ സജഷൻസ് ഫോർ ഗുഡ് ഓഫീസ് ലേഔട്ട്. കുറച്ച് സജഷൻസ് ആണ് ഇനി പറയുന്നത്. In placing current sections, working units, etc., remember that a straight line is the shortest distance between 2 points, and then as nearly as is practical to have the flow of work conform to this principle. അതായത് നമുക്കറിയാം 2 പോയിന്റ് തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ബിറ്റ്വീൻ ദാറ്റ് പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ട് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും എളുപ്പത്തിൽ ഇൻഫർമേഷൻ ഫ്ലോ നടക്കണമെങ്കിൽ ആരൊക്കെ തമ്മിലാണോ ഇൻഫർമേഷൻ ഫ്ലോ നടക്കേണ്ടത് അവർ എപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈനിലായിരിക്കണം. നമ്മളിപ്പോൾ കോളേജിന്റെ ഓഫീസിലാണെങ്കിൽ അക്കൗണ്ട് സെക്ഷനിൽ 3-4 ആൾക്കാർ ഇരിക്കുന്നുണ്ട് അല്ലെ, സ്റ്റാഫ് ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഇരിക്കുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട്, ഒരു സ്ട്രേറ്റ് ടേബിളിൽ 1 by 1 ആയിട്ടാണ്. ഒരാൾ ആ ഓഫീസിന്റെ എൻട്രൻസ് ഏരിയയിൽ ഇരിക്കുന്നു, ഒരാൾ ഇങ്ങേ കോർണറിൽ ഇരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും എന്തായിരിക്കില്ല, പ്രോപ്പർ ആയിരിക്കില്ല. അപ്പം ഒരു സ്ട്രേറ്റ് ലൈൻ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും എളുപ്പത്തിൽ വരുന്നത്. ഓക്കെ. Then, രണ്ടാമത്തെ, remember that the office floor is more conserved, but not at the expense of appearance, production or comfort. എപ്പോഴും ഓഫീസ് ഫ്ലോർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എന്താ പറയാ ഏറ്റവും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്ന ഒരു റൂമാണ്. മറ്റു പ്രൊഡക്ഷൻ ഏരിയ പോലെയോ അല്ലെങ്കിൽ സ്റ്റോർ റൂം പോലെയോ എന്നുള്ള ഒരു ഏരിയ അല്ല. അതെപ്പോഴും ഒരു കൺസേർഡ് ഏരിയ ആണ് അല്ലെ. അപ്പം കൺസേർഡ് ഏരിയ ആയിരിക്കണം, നമ്മളെപ്പോഴും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ പ്ലേസ് റിലേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് നിയറർ ടു ഈച്ച് അതർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലാണോ റെഗുലർ കമ്മ്യൂണിക്കേഷൻ, റെഗുലർ ആയിട്ട് ഫ്ലോ ഇൻഫർമേഷൻ
ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഒക്കെ വരുന്നത്, അവരെപ്പോഴും അടുത്തടുത്ത് തന്നെ വേണം. ദെൻ ഐസ്ലെസ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 3 feet വൈഡ്. അതായത് ഇടവഴികൾ അല്ലെങ്കിൽ നടപ്പാതകൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. ഫയർ മാത്രമല്ല, ആൾക്കാർക്കും പോകേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ പോകേണ്ടി വരുന്ന വഴികൾ ഉണ്ടാവും, ഇടവഴികൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ നടക്കാനുള്ള വഴികൾ. അത് അറ്റ്ലീസ്റ്റ് 3 അടിയെങ്കിലും ഒരാൾക്ക് നമ്മൾ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പോകാനുള്ള ഒരു ഏരിയ അവിടെ വേണം. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള വഴികൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 3 അടിയെങ്കിലും ഉണ്ടാവണം. Then group minor activities around major ones so that when more space is needed, the major function will be taken care of first. അത് നമുക്കറിയാം, ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മൈനർ വർക്കേഴ്സ്, അതായത് അവിടുത്തെ എംപ്ലോയീസ് ഉണ്ട്, അവരുടെ മേജർ എന്ന് പറഞ്ഞാൽ അവരുടെ ഹെഡും ഉണ്ടാവും. അപ്പൊ ഇവരെപ്പോഴും ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കണം. അതായത് ഒരു മേജർ വണ്ണിന് അറൗണ്ട് ആയിരിക്കണം മൈനർ ആക്ടിവിറ്റീസ് എപ്പോഴും നടക്കേണ്ടത്. ആ രീതിയിലായത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പ്ലേസ് ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസും ഡിപ്പാർട്ട്മെന്റ് ഹെഡൊക്കെ നിയർ ബൈ ആയിരിക്കണം. ഓക്കെ. Then the type of work to be done is the basis for departmentalizing the office work. ഒരു മിനിറ്റ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് ഓഫീസ് ലേഔട്ടിന്റെ കുറച്ച് ഗുഡ് ഓഫീസ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട സജഷൻസ് ആണ് പറയുന്നത്. സോ ദ ടൈപ്പ് ഓഫ് വർക്ക് ടു ബി ഡൺ ഈസ് ദ ബേസിസ് ഫോർ ഡിപ്പാർട്ട്മെന്റലൈസിംഗ് ദി ഓഫീസ് വർക്ക്. നമ്മളെ കമ്പനിക്കകത്ത് എന്ത് പ്രൊഡക്റ്റ് ആണോ ഉണ്ടാക്കുന്നത്, ആ പ്രൊഡക്റ്റിനെയും കൂടി, അല്ലെങ്കിൽ എന്ത് വർക്കാണോ അവിടെ നടക്കുന്നത്, ആ വർക്കിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ഓഫീസ് ലേഔട്ട്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഫാക്ടറി ആണെങ്കിൽ, അതിന്റെ ഓഫീസ് ആണെങ്കിൽ, ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന കുറെ മാനേജീരിയൽ ഫംഗ്ഷൻ ആയിരിക്കും അവിടുത്തെ ഓഫീസിൽ ഉണ്ടാകുക. നേരെ മറിച്ച് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അവിടുത്തെ ഓഫീസ് എന്ന് പറയുന്നത് പ്യൂർലി അക്കാഡമിക്സ് റിലേറ്റഡ് ആയിരിക്കും അല്ലെ. ഇനി ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ വർക്കായിരിക്കും ആ ഓഫീസിനകത്ത് നടക്കുന്നത്. അപ്പോൾ എന്ത് വർക്കാണോ അവിടെ നടക്കുന്നത് അതാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ബേസിസ് എന്ന് പറയുന്നത്. വർക്ക് ഷുഡ് കം ലോ ഉണ്ടെങ്കിൽ അവിടെ ഈസി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എംപ്ലോയീസ് എപ്പോഴും എന്തായിരിക്കും, എൻഗേജ്ഡ് ആയിരിക്കും. എപ്പോഴും എംപ്ലോയീസിലേക്ക് വർക്ക് എത്തണം. അതായത് ഒരാളുടെ വർക്ക് കഴിഞ്ഞ് അയാൾ പെട്ടെന്ന് തന്നെ ആ ഫയൽ അടുത്ത ആളിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവിടെ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ ആയി കഴിഞ്ഞാൽ വർക്കും നോക്കിയിട്ട് എംപ്ലോയീസ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എന്റെ വർക്ക് എന്താണ് എന്നുള്ള രീതിയിലേക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് പോയി ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതിന് പകരം ഒരാളിലേക്ക് വർക്ക് എത്തണം, അതിനെന്ത് വേണം, അവിടെ ഏറ്റവും നല്ല രീതിയിൽ ലേഔട്ട് ഉണ്ടാക്കണം. Then employees place of working need at least 50 to 75 square feet of working space. അതൊരു എംപ്ലോയീസിന് ഒരു എംപ്ലോയിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 50 മുതൽ 75 വരെ സ്ക്വയർ ഫീറ്റ് വർക്കിംഗ് സ്പേസ് ഒരു ഡിപ്പാർട്ട്മെന്റിന് പ്രൊവൈഡ് ചെയ്യണം. Then an orderly and attractive appearing office ensures respect of visitors and efficiency on the part of employee. അപ്പൊ നമ്മൾ ഓഫീസ് നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പോഴും ഒരു കൺസേർവ്ഡ് ഏരിയ ആണ്. അപ്പൊ നമ്മൾ അതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ, അതിന്റെ അപ്പിയറൻസിൽ അട്രാക്ഷൻ കൊണ്ടുവരാൻ നമ്മൾ ട്രൈ ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഔട്ട്സൈഡർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയെ പറ്റി ഒരു റെസ്പെക്ട്, അവരുടെ മനസ്സിനകത്ത് റെസ്പെക്ട് വരുള്ളൂ. നേരെ മറിച്ച് ഒരു ഓർഡറും ഇല്ലാതെ ഒരു എന്താ പറയാ, ഒരു ഇരുട് പിടിച്ച പോലുള്ള ഒരു റൂം, ലൈറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, പിന്നെ കാര്യമായ ഒരു ഇന്റീരിയർ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ടേബിളൊക്കെ പഴയ പൊട്ടിപ്പൊളിഞ്ഞ പോലത്തെ ടേബിളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഓഫീസാണെങ്കിൽ നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമ്മളിപ്പം പലപ്പോഴും ഗവൺമെന്റ് ഓഫീസിലൊക്കെ മുമ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. വെച്ചാൽ അവിടെ ഒരു ഓർഡർ ഉണ്ടാവില്ല, എല്ലാം അടുത്തടുത്ത് വലിച്ച് വാരിയിട്ട് ഇങ്ങനെ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര അട്രാക്ഷൻ നമുക്ക് തോന്നും. അപ്പോൾ അതൊരു റെസ്പെക്ട്, ഔട്ട്സൈഡേഴ്സിന്റെ റെസ്പെക്ട് കിട്ടാനുള്ള ഒരു വഴിയാണത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ അവിടുത്തെ ഓഫീസും അവിടുത്തെ ഓഫീസ് ലേഔട്ടൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതൽ അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. അതിന് ഒരുപാട് കോസ്റ്റ് നമ്മൾ ചിലവാക്കരുത്. നമുക്ക് അവിടെ കോസ്റ്റ് സേവ് ചെയ്യാന്നുള്ളതും കൂടി ഉണ്ട്. ലേഔട്ട് നന്നാകുമ്പോൾ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചൊരു അട്രാക്ഷൻ അവിടെ നിർബന്ധമാണ്.
Then place office of executive largely concerning with administrative control and operation so that they may be able to maintain close supervision over their departments. അതായത് ഒരു കമ്പനിക്കകത്ത് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, അതായത് കീ ഫംഗ്ഷൻ ചെയ്യുന്ന മാനേജീരിയൽ റോൾ ചെയ്യുന്ന എംപ്ലോയീസ്, അതായത് അവിടുത്തെ മാനേജർ, സിഇഒ, അവിടുത്തെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ അവരുടെ ഓഫീസ് എപ്പോഴും എന്ത് ചെയ്യണം, ഈ പറയുന്ന ഓഫീസ് ലേഔട്ടിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോ നമ്മൾ നേരത്തെ കണ്ട ലേഔട്ട് ഇമേജിനകത്ത് ഇവിടെ ഇപ്പം ചെയർമാൻ ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ഇവരൊക്കെ കൂടെ ഉള്ളത് എവിടെയാ? ഈ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയും അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്. എന്തിനു വേണ്ടിയിട്ടാ? ഇവരെപ്പോഴും ഇവരെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ചെയർമാൻ ആണേലും പ്രസിഡന്റ് ആണേലും ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിനെയും ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെയും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ ഇവർക്ക് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ മോണിറ്ററിംഗ് പ്രോപ്പർ ആയാൽ മാത്രമേ ഈ ഒരു ലേഔട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിയുടെ സ്മൂത്ത് ഫങ്ഷനിങ് നടക്കുള്ളൂ. അപ്പൊ നേരെ മറിച്ച് ഇവിടെ ചെയർമാനും പ്രസിഡന്റും ഈ ഓഫീസ് ലേഔട്ടിൽ ഇല്ല, അവരൊക്കെ ടോപ്പ് ഫ്ലോറിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലോ ഇരിക്കുകയാണെങ്കിൽ ഈ ഓഫീസ് നടക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്ത ഓഫീസ് എക്സിക്യൂട്ടീവ്സിന് സൂപ്പർവിഷൻ എളുപ്പമാകുന്ന രീതിയിലായിരിക്കണം അവരുടെ റൂമിന്റെ പ്ലേസ്മെന്റ്സ്. ഇത്രയാണ് നമ്മൾ ഒരു ജനറൽ ഓഫീസ് ലേഔട്ടിനകത്ത് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത വരുന്നത് സ്റ്റോറാണ്. അതായത് നമ്മളിപ്പോ ഫസ്റ്റ് ഫാക്ടറി ലേഔട്ട് ഡിസൈനിന്റെ ഫിഗറിനകത്ത് നമ്മളിപ്പോ നമുക്കൊന്നുകൂടി ആ ഫിഗർ നോക്കാം. ഇതൊരു ജനറൽ ഫാക്ടറി ലേഔട്ടാണ്, നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിലിപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്ന് പറയുന്ന ഈ ചെറിയൊരു ഫ്ലോർ ഉണ്ടല്ലോ, അതിന്റെ സൂംഡ് വേർഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ എന്തൊക്കെയുണ്ട് അതാണ് നമ്മളിപ്പോ കണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് പിന്നെ സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂം ഇവിടെ ഇപ്പം റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് പ്രൊഡക്റ്റും സ്റ്റോർ ചെയ്യാനുള്ള റൂം ഇവിടെ കാണിച്ചിട്ടുണ്ട്, ചെറിയൊരു ഏരിയ. ഇതിനെ സൂംഡ് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഇതിനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം, ഇതിന്റെ ഉള്ളിലുള്ള ഓരോ എലമെന്റിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കണം, അതാണ് ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ സിലബസിനകത്തുള്ളതാണ്. സ്റ്റോർ ലൊക്കേഷൻ ആൻഡ് ലേഔട്ട്. ഒരു ഗുഡ് സ്റ്റോർ എങ്ങനെയാണ്, സ്റ്റോർ റൂം എങ്ങനെയാണ് ലേഔട്ട് ചെയ്യുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഐ തിങ്ക് ഇന്നത്തെ സമയമായിട്ടുണ്ട്, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി സ്റ്റോർ ലേഔട്ടും കൂടിയാണ് ഈ സിലബസിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ സിലബസ് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഏരിയ നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസൈൻ ഓഫ് ലേഔട്ട് ഓഫ് ഫാക്ടറീസ് പറഞ്ഞു, ഓഫീസാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ദെൻ സ്റ്റോറേജ് ഏരിയ ആണ് ഇനി നമ്മൾ പറയേണ്ടത്. അത് കഴിഞ്ഞാൽ ഫെസിലിറ്റീസ് ഓഫ് വർക്കിംഗ് പീപ്പിൾ ആൻഡ് ജനറൽ ഫെസിലിറ്റീസ് ഓഫ് ആൻഡ് എമ്യൂണിറ്റീസ് ഫോർ വർക്കിംഗ് പീപ്പിൾ. അതൊരു ഗുഡ് ഫാക്ടറിക്കകത്ത് അവിടുത്തെ എംപ്ലോയീസിന് ഉണ്ടായിരിക്കേണ്ട ഫെസിലിറ്റീസും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു സ്റ്റോർ റൂം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.